എങ്ങനെയാണ് എക്സ്പോഷർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷട്ടർ സ്പീഡിൻ്റെ ഉപയോഗം എന്താണ്? ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത് നമ്മൾ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് അപ്പർച്ചർ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഡെപ്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ISO ഉപയോഗിക്കുന്നത് ഡയറക്റ്റ്ലി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പം ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷൻസ് കറക്റ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കുന്ന എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് വരുന്നത്. നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ മെയിൻ ടാസ്ക് അതാണ്, എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിന് ഈ 3 കൺട്രോൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഓരോ ടൈപ്പ് ഫോട്ടോഗ്രാഫിക്ക് അനുസരിച്ചും ഓരോ സെറ്റിങ്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ ഫോക്കസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായ ഒബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റാറ്റിക് മോഡിലുള്ള ഫോക്കസ് മോഡ് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് മോഡിലുള്ള ഫോക്കസ് മോഡ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഫോക്കസ് ഒരു സിംഗിൾ പോയിൻ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഓട്ടോ ഫോക്കസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കരുത്. അതായത് എൻ്റയർ സീൻ അതിൻ്റെ ഇഷ്ടത്തിന് ഫോക്കസ് സെലക്ഷൻ അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങൾ പറയുന്നിടത്തായിരിക്കണം ക്യാമറ സെലക്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ സിംഗിൾ പോയിൻറ്റ് ഫോക്കസ് ആണ്. അതേപോലെ സിംഗിൾ പോയിൻറ്റ് ഫോക്കസിൽ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ, ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഏരിയ നിങ്ങൾക്ക് ഡെപ്ത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പർച്ചർ നമ്പറിനെ ആശ്രയിച്ചാണ് ഡെപ്ത്ത് പോകുന്നത്, എത്രത്തോളം ഏരിയ ഫോക്കസ് ആവും എന്നുള്ളത്. അപ്പോൾ അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെയൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോക്കസ് ലോക്ക് ആവുന്നത് ക്യാമറയിൽ നിന്നുള്ള ദൂരമാണ്. 3 മീറ്റർ 5 മീറ്റർ എത്രയായാലും ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. ഡെപ്ത്ത് തീരുമാനിക്കുന്നത് നമ്മൾ ഫോക്കസ് ലോക്ക് ചെയ്ത ദൂരത്തിൽ നിന്നും ക്യാമറയുടെ ഭാഗത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും എത്ര ഏരിയ ഫോക്കസ് ഷാർപ്പാവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ഫോക്കസ് ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ വലതുവശത്തും മുകളിലും താഴെയുള്ളത് നിങ്ങൾക്ക് നോർമലി ഏത് സിറ്റുവേഷനിലും ഫോക്കസായി കിട്ടും. അതേ ലെവലിലുള്ളത് അതിൻ്റെ മുന്നിലോട്ടോ പുറകിലോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസായി കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ട് ഫോക്കസ് എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്തെടുക്കണം.